ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജാതി വ്യവസ്ഥയും ജാതി മേധാവിത്വവും സ്വതന്ത്രമായിട്ടുള്ള ജ്ഞാനാന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും അറിവിനെ സാധാരണക്കാർക്ക് അപ്രാപ്യമാക്കി തീർക്കുകയും അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ സ്വതന്ത്രമായ ജ്ഞാനാന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും അറിവിൻ്റെ ലോകം സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കി തീർക്കുകയും ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വഹിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കവി പ്രൊഫസർ കെ സച്ചിദാനന്ദൻ, ഈ ലൈബ്രറി കോൺഗ്രസിൻ്റെ മുഖ്യ സംഘാടകന് ഇങ്ങനൊരാശയം തന്നെ അവതരിപ്പിച്ച ആളുമായ ഡോക്ടർ വി ശിവദാസൻ MP, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച ഈ ലൈബ്രറി കോൺഗ്രസിൻ്റെ 3 ദിവസത്തെ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ലൈബ്രറി കോൺഗ്രസ് ആദ്യമായിട്ടാണ് നടക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞു. ശാസ്ത്ര കോൺഗ്രസ്, ചരിത്ര കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള വേദികളിലെല്ലാം അതാത് മേഖലകളിലെ പണ്ഡിതർ, പ്രഗത്ഭർ പങ്കാളികളാകുന്ന ചർച്ചകളും സംവാദങ്ങളും പുതിയ അന്വേഷണങ്ങളുമെല്ലാം നടക്കാറുണ്ട്. അതേ മാതൃകയിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും എഴുത്തുകാരും പണ്ഡിതരുമെല്ലാം ഒരുമിക്കുന്ന ലൈബ്രറി കോൺഗ്രസ് എന്ന ആശയം വളരെ ഉചിതമായിട്ടുള്ള ഒന്നാണ്. അതിന് മുൻകൈയെടുത്ത ഡോക്ടർ വി ശിവദാസൻ MP ഉൾപ്പെടെയുള്ള ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കേരളത്തെ, ആധുനിക കേരളത്തെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. കേരളത്തിലുടനീളം ഗ്രന്ഥശാലകൾ വളർന്നു വന്നത് ജനകീയ മുന്നേറ്റങ്ങളുടെ ഭാഗമായും ജനകീയ മുന്നേറ്റങ്ങളുടെ കാലത്തുമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ ഇത്ര വിപുലമായൊരു ശൃംഖല നമുക്ക് കാണാനാവുകയില്ല. കേരളത്തിൽ ഓരോ ഗ്രാമത്തിലും ഗ്രന്ഥശാലകളുണ്ട്, ചെറുതും വലുതുമായ ഗ്രന്ഥശാലകളുണ്ട്. ആ ഗ്രന്ഥശാലകളെല്ലാം നാട്ടുകാർ സംഘടിതരായി വിഭവസമാഹരണം നടത്തി സ്ഥാപിച്ചിട്ടുള്ള ഗ്രന്ഥശാലകളാണ്. ഗ്രന്ഥശാല സംഘത്തിൻ്റെ കണക്കനുസരിച്ച് 10,000-ലധികം ഗ്രാമീണ ഗ്രന്ഥശാലകളുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇത്രയും വിപുലമായ ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ നെറ്റ്വർക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് മറ്റൊരിടത്തും ഇല്ലാത്ത ഈ പ്രത്യേകത, ഇങ്ങനൊരു പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായത്? ഇത് കേരള മാതൃകയുടെ മറ്റൊരു സവിശേഷതയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങളെ അണിനിരത്തിയുള്ള ജനകീയമായ ഇടപെടൽ ആണ് കേരള മാതൃകയുടെ ചാലകശക്തി. അതെല്ലാ മേഖലകളിലും അതാണ്. അപ്പോൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിൻ്റെയും വളർച്ചയുടെയും ചരിത്രം നോക്കിയാൽ അതിന് ദേശീയ പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവുമായിട്ടുള്ള ഗാഢമായ ബന്ധം നമുക്ക് കാണാൻ കഴിയും. മലബാറിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. AKG പോലെയും K ദാമോദരനെയും പോലുള്ള ഗ്രന്ഥശാല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകർ, അവരാണ് ഗ്രന്ഥശാലകൾ ആരംഭിക്കാൻ മുൻകൈയെടുക്കുന്നത്. 1937 മലബാർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭാരവാഹിയായിട്ട് വരുന്നത് K ദാമോദരനാണ്. EMS സെക്രട്ടറിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റുമായിരുന്ന KPCC ആണ് നാട്ടിൻപുറത്ത് മുഴുവൻ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് 1920-കളിൽ. അപ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും
നവോത്ഥാന പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ് എന്നർത്ഥം. അധ്യാപക പ്രസ്ഥാനവും വളരെ പ്രധാനപ്പെട്ട പങ്ക് ഗ്രന്ഥശാലകളുടെ വളർച്ചയ്ക്ക് നൽകിയിട്ടുണ്ട്. PN പണിക്കരെ പോലുള്ള ആളുകൾ അതിന് കൊടുത്തിട്ടുള്ള നേതൃത്വം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവിതാംകൂറിലാണെങ്കിൽ പ്രധാനമായും നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രന്ഥശാലകൾ, വായനശാലകളെല്ലാം ആരംഭിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് ദേവാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ്. ഒപ്പം അദ്ദേഹം ഗ്രന്ഥശാലകൾ, നിശാപാഠശാലകൾ എന്നിവ സ്ഥാപിക്കാനും ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഫലം എന്താണ്? ഒരു ഭാഗത്ത് ദേശീയ പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവും കേരളത്തിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുന്നതിന് കാരണമായി ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സൃഷ്ടിച്ചു. മറുഭാഗത്ത് ഇതേ ഗ്രന്ഥശാലകൾ സമൂഹത്തിൽ സൃഷ്ടിച്ച ചലനം ദേശീയ പ്രസ്ഥാനത്തെയും നവോത്ഥാന പ്രസ്ഥാനത്തെയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ശക്തി സ്രോതസ്സായി മാറി എന്നുള്ളതാണ്. ഇങ്ങനൊരു പരസ്പര ബന്ധം നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഗ്രന്ഥശാലകളും തമ്മിലുണ്ട്. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രന്ഥശാലകൾ വളർന്നു വന്നു. ആ ഗ്രന്ഥശാലകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക മാറ്റം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും രൂപത്തിൽ സാമൂഹിക മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടായി. എങ്ങനെയാണ് ഈ മാറ്റം സാധ്യമായത്? ഈ മാറ്റം സാധ്യമായത് അറിവിൻ്റെ ലോകം സാധാരണക്കാർക്ക് മുഴുവൻ പ്രാപ്യമാക്കി കൊടുക്കാൻ ഈ ഗ്രന്ഥശാലകൾക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജാതി വ്യവസ്ഥയും ജാതി മേധാവിത്വവും സ്വതന്ത്രമായിട്ടുള്ള ജ്ഞാനാന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും അറിവിനെ സാധാരണക്കാർക്ക് അപ്രാപ്യമാക്കി തീർക്കുകയും അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ സ്വതന്ത്രമായ ജ്ഞാനാന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും അറിവിൻ്റെ ലോകം സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കി തീർക്കുകയും ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വഹിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. ഉന്നത വിദ്യാഭ്യാസം നേടാത്ത ആളുകൾക്ക് പോലും പുസ്തകങ്ങളിലൂടെ ലോകത്തെ അറിയാൻ കഴിഞ്ഞു, ലോകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലോകമാകെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ പുതിയ വെളിച്ചം കേരളത്തിലേക്ക് കടന്നു വരാൻ അത് വഴിയൊരുക്കി. ആ വെളിച്ചത്തിലാണ് നാം നമ്മുടെ നാടിനെ പുതുക്കി പണിതിട്ടുള്ളത്. ഗ്രന്ഥശാലകൾ, അതിലൂടെ മനുഷ്യരുടെ കയ്യിലെത്തിയ പുസ്തകങ്ങൾ, ആ പുസ്തകത്തിൻ്റെ വായന ഒരേ സമയം വ്യക്തിയെ പുതുക്കി പണിതു, സമൂഹത്തെയും പുതുക്കി പണിതു. വായനയുടെ പ്രത്യേകത അത് ഒരേ സമയം വ്യക്തിയെയും സമൂഹത്തെയും പുതുക്കി പണിയാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള വായനയുണ്ട്. വിമർശനാത്മകമായിട്ടുള്ള വായനയുണ്ട്, സർഗാത്മകമായിട്ടുള്ള വായനയുണ്ട്. സർഗാത്മകമായിട്ടുള്ള വായന നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭൂതികളുടെ തലങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളെ അനുഭവിക്കാൻ നമ്മെ സാധ്യമാക്കുന്നു. അത് നമുക്ക് അതിനുള്ള സാധ്യത ഒരുക്കി തരുന്നു സർഗാത്മകമായിട്ടുള്ള വായന. വിമർശനാത്മകമായിട്ടുള്ള വായന നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ, അറിവിനെ, ആശയങ്ങളെ വിമർശനപരമായിട്ട് വിലയിരുത്താൻ നമ്മളെ സഹായിക്കുന്നു. ഈ നിലയിലാണ് വ്യക്തിയെ, സമൂഹത്തെ വായന പുതുക്കി പണിയുന്നത്. വായനയുടെ ഒരു വലിയ ലോകം സൃഷ്ടിക്കുകയാണ് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകൾ കേരളത്തിൽ ചെയ്തത്. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് കേരളത്തിൽ 1000 ഗ്രന്ഥശാലകൾ, ഗ്രാമീണ ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഇന്നത് 10,000-ലധികമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ ആശയങ്ങളുടെ വെളിച്ചം, ആ വെളിച്ചം കേരളത്തിൽ സാമൂഹിക മാറ്റത്തിന് നിദാനമായി തീർന്നിട്ടുണ്ട്. സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് കാരണമായിട്ടുള്ള, സഹായകമായിട്ടുള്ള അറിവും ആശയങ്ങളും ഇതിലൂടെയാണ് കേരളത്തിൽ എത്തിച്ചേർന്നത്. ആ ആശയം ഒരു ഭൗതിക ശക്തിയായി സമൂഹത്തിൽ പ്രവർത്തിക്കുകയും സമൂഹത്തിൻ്റെ മാറ്റത്തിന് അത് കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും വായനശാലകൾക്കും സമൂഹത്തെ പുതുക്കിപ്പണിയാൻ കഴിയുക, നവീകരിക്കാൻ കഴിയുക എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ആധുനിക കേരളത്തിൻ്റെ ചരിത്രം എന്നത്. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം ഗ്രന്ഥശാല സംഘം പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ മതനിരപേക്ഷമായ
പൊതുമണ്ഡലത്തിൻ്റെ ശക്തമായ ഒരു അടരായിട്ടാണ്. ഓസോൺ പാളി പോലെയാണ് ഈ പൊതുമണ്ഡലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാതെ ഭൂമിയെ സംരക്ഷിക്കുന്നത്, മാരകമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളികളെ പോലെ കേരളത്തിൻ്റെ പൊതുമണ്ഡലം ജാതി വിരുദ്ധമായ, മതനിരപേക്ഷമായ, ആധുനികമായ, ലോകബോധത്തിൽ അധിഷ്ഠിതമായ ഈ പൊതുമണ്ഡലം അത് കേരളത്തിൻ്റെ മുകളിൽ ഒരു കേരളീയ സമൂഹത്തിന് മുകളിൽ ഒരു രക്ഷാകവചമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടരാണ് ഈ 10,000-ലേറെ വായനശാലകൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനം. ആ പൊതുമണ്ഡലത്തിന് പല അടരുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നത്. അത് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രാജ്യമാകെ ഉണ്ടാകുന്ന പ്രതിലോമകരമായിട്ടുള്ള മാറ്റങ്ങൾ, വലത്തോട്ടുള്ള സഞ്ചാരങ്ങൾ, വിഭാഗീയമായിട്ടുള്ള ചിന്തകൾ, ശിഥില മനോഭാവങ്ങൾ അത് അതേ അളവിലും തീവ്രതയിലും കേരളത്തിൽ പ്രതിഫലിക്കാത്തത്. എന്നാൽ ഓസോൺ പാളിയിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നത് പോലെ ഈ പൊതുമണ്ഡലത്തിൽ വിള്ളലുകൾ രൂപപ്പെടുന്നുണ്ട്. ആ വിള്ളലുകളിലൂടെ ഈ വിഭാഗീയമായ ചിന്തകൾ, പ്രതിലോമാശയങ്ങൾ കേരളത്തിലും കടന്നു വരുന്നുണ്ട് എന്ന് നാം ജാഗ്രതയോടെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ, നമ്മുടെ പൊതുമണ്ഡലത്തെ ബലപ്പെടുത്താൻ, ദൃഢമാക്കാൻ, അതിൻ്റെ വിടവുകൾ അടയ്ക്കാൻ നമുക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ കഴിയണം. ഗ്രാമീണമായ വായനശാലകളെ കൂടുതൽ മെച്ചപ്പെടുത്താനും അവയുടെ പ്രവർത്തനത്തെ ഊർജ്ജസ്വലമാക്കി മാറ്റാനും കഴിയണം. യഥാർത്ഥത്തിൽ ഒരു നാട്ടിൻപുറത്തൊരു വായനശാല എന്നത് ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതു ഇടമാണ്. പല മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളുണ്ടാകും. ആ ആരാധനാലയങ്ങളെല്ലാം അവർക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ളതാണ്, അവർക്ക് മാത്രം കടന്നു ചെല്ലാവുന്നതാണ്. എന്നാൽ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട എല്ലാ മനുഷ്യർക്കും കടന്നു ചെല്ലാവുന്ന പൊതു ഇടം വായനശാലകളാണ്. അങ്ങനെ എല്ലാവർക്കും വന്നു ചേരാവുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പൊതു ഇടങ്ങളായി നമ്മുടെ വായനശാലകളെ കൂടുതൽ മാറ്റിത്തീർക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും മാത്രം കാലത്തല്ല, അടിയന്തരാവസ്ഥയുടെ കാലത്തും ഗ്രന്ഥശാലകൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രസ്ഥാനം ഓരോ ഗ്രന്ഥശാലയുമായി ചേർന്ന് പ്രവർത്തിച്ചു വന്ന കലാസമിതികൾ, നാടക സമിതികൾ, അതിലൂടെയൊക്കെയാണ് അന്ന് പ്രത്യക്ഷമായ രാഷ്ട്രീയം പ്രവർത്തിക്കാൻ കഴിയാത്ത കാലത്ത്, പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയാൻ കഴിയാതിരുന്ന കാലത്ത് കേരളത്തിലെ മനുഷ്യർ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയത്. അത്തരം വേദികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാധ്യത വായനശാലകൾ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്, ഇന്നും അത് തുറന്നു തരുന്നുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 ദിവസത്തെ ഈ ലൈബ്രറി കോൺഗ്രസിൽ അത്തരം സാധ്യതകളെക്കുറിച്ചെല്ലാമുള്ള ചർച്ച നടന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ദീർഘമായൊന്നും പ്രസംഗിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മുമ്പ് എന്നത്തേക്കാൾ ഈ ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രാധാന്യം കുറയുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ചിലരെങ്കിലും കരുതുന്നുണ്ട് ഈ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ, വിവരയുഗത്തിൽ ഇനി ഗ്രന്ഥശാലകൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ ഗ്രന്ഥശാലകൾക്ക് എന്താണ് പ്രാധാന്യം എന്നുള്ളത്. ഗ്രാമീണ ഗ്രന്ഥശാലകൾ വിവരമല്ല പകർന്നു നൽകുന്നത്, അറിവും തിരിച്ചറിവുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വിവരവും അറിവും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവരങ്ങൾക്ക് ഇന്ന് ഗ്രന്ഥശാലകളെ ആശ്രയിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്ക് ഗൂഗിൾ ലഭ്യമാക്കി തരും. പക്ഷേ വിവരമല്ല അറിവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവാണ്. അറിവുണ്ടാക്കുക, ആ അറിവിൻ്റെ വ്യാപനം ഉറപ്പുവരുത്തുക, അതിനെ സമൂഹത്തിലൊരു തിരിച്ചറിവിൻ്റെ ഭൗതിക ശക്തിയായിട്ട് പ്രയോഗിക്കുക എന്നത് പ്രധാനമാണ്. അതിൽ ഇന്നും വളരെ പ്രാധാന്യമുള്ളൊരു പങ്ക് ഗ്രാമീണമായ ഗ്രന്ഥശാലകൾക്ക് നിർവഹിക്കാനുണ്ട്. കാരണം ഇന്ന് നാം കാണുന്നത് വിജ്ഞാന വിരോധത്തിൻ്റെ ഒരു വേലിയേറ്റമാണ്. വിജ്ഞാന വിരോധത്തിൻ്റെ ശക്തികൾ ഇന്ന് പ്രബലരാണ്. ഇത് വിവരത്തിൻ്റെ മാത്രം യുഗമല്ല, തെറ്റായ വിവരങ്ങളുടെ കൂടി യുഗമാണ്. ഇൻഫർമേഷൻ്റെ മാത്രമല്ല, മിസ്ഇൻഫർമേഷൻ്റെ കൂടി യുഗമാണ്. അപ്പോൾ ഈ തെറ്റായ വിവരങ്ങളുടെ ഒരു പ്രളയം, ആധിക്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുന്നു. വാട്സാപ്പ് മെസ്സേജുകളായി നിങ്ങളുടെ ഉള്ളംകൈയിൽ വന്ന് നിറയുന്നത് മിക്കവാറും തെറ്റായ വിവരങ്ങൾ, വ്യാജ വാർത്തകൾ എന്നിവയെല്ലാമാണ്. അപ്പം അത്തരമൊരു കാലത്ത് ഈ വിജ്ഞാന വിരോധത്തെ ചെറുക്കാൻ
ശാസ്ത്രവിരുദ്ധതയെ ചെറുക്കാൻ, യുക്തിബോധത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ഓരോ നാട്ടിൻപുറത്തെയും വായനശാലകൾക്ക് പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനുണ്ട്. ചരിത്രം, സംസ്കാരം എന്നിവയെല്ലാം ഇന്ന് മൂർച്ചയുള്ള പ്രതിലോമാശയങ്ങളായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെയെല്ലാം ചെറുക്കണമെങ്കിൽ അറിവിൻ്റെ വ്യാപനം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. ശരിയായ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയണം. ഒപ്പം ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന വൈജ്ഞാനിക സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി വായനശാലകളെ മാറ്റിത്തീർക്കാൻ കഴിയണം. ഓരോ നാട്ടിലെയും ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായി വായനശാലകൾ മാറേണ്ടതുണ്ട്. വിമർശന ബുദ്ധി പുതിയ തലമുറയിൽ, മനുഷ്യരിൽ, സമൂഹത്തിലാകെ വളർത്താൻ ഈ വായനശാലകൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിജ്ഞാന വിരോധത്തിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയുന്നത് വിമർശനം ഒരു കുറ്റകൃത്യമായി തീരുന്നു എന്നതാണ്. നിങ്ങളൊരാളെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളോടുള്ള അനാദരവ് പ്രകടിപ്പിക്കുന്നു എന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ആദരവ് എന്ന് പറഞ്ഞാൽ അത് വിമർശിക്കാതെ അംഗീകരിക്കലാണ് ആദരവ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വിമർശന ബുദ്ധിയെ അണയാതെ സൂക്ഷിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. ചോദ്യങ്ങളുടെ മുന ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കുക, നിരന്തരം ചോദ്യങ്ങൾ ഉയർത്താൻ നമ്മുടെ പുതിയ തലമുറയെ പ്രാപ്തരാക്കുക, പ്രേരിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ ചുമതലകളെല്ലാം നിർവഹിക്കുന്നതിൽ വായനശാലകൾക്ക് ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. തീർച്ചയായും പുതിയ കാലത്തിനനുസരിച്ച് വായനശാലകളെ നവീകരിക്കണം. സാങ്കേതിക വിദ്യ, ഇൻ്റർനെറ്റ്, ഇതിൻ്റെ എല്ലാം സാധ്യതകൾ നമ്മുടെ ഗ്രാമീണ വായനശാലകളിലും ലഭ്യമാക്കണം. ആ നിലയിൽ പഴയതുപോലുള്ള വായനശാലകളായിട്ട് മാത്രം തുറന്നാൽ പോരാ. ഇതെല്ലാം വായനശാലകളെ നവീകരിക്കാൻ ഉപയോഗിക്കണം. പക്ഷേ അപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ചുമതല ഈ വിമർശന ബുദ്ധിയും അതുപോലെ വിമർശനാത്മകമായ ചിന്തയും ചോദ്യങ്ങളും സമൂഹത്തിൽ വളർത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരിക്കണം. അതുമാത്രമേ സമൂഹത്തെ മുന്നോട്ട് നയിക്കൂ. അതുമാത്രമാണ് അറിവിനെ മുന്നോട്ട് നയിക്കുക. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ആയുധപ്പുരകളായി നമുക്ക് ഓരോ ഗ്രാമീണ വായനശാലയെയും മാറ്റിത്തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ.